ഹലോ ഗായ്സ് ഹലോ ഗായ്സ് നമ്മൾ പണിത വീടിന് 3 സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ചെയ്യണ വർക്കിന് 3 സ്റ്റെപ്പ് ഇരുന്നോട്ടെ. ഫസ്റ്റ് ടൈം അല്ലേ, തെറ്റ് പറ്റും. A few moments later. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ ഒരു വീടുണ്ടാക്കലാണ്. അതെ ഗായ്സ്, നമ്മളിന്ന് വീടുണ്ടാക്കാൻ പോകും. അതും വെറൊരു വീടല്ല, ഫോം ബോർഡ് വെച്ചുള്ള ഒരു വീട്. സോ അധികം ഡിലേ ഒന്നുമില്ലാതെ നമുക്ക് ഇതിന് എന്തൊക്കെ ടൂൾസ് വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ടൂൾസ് നമുക്ക് ഇതിൽ ആദ്യമായിട്ട് വേണ്ട ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻസിൽ സ്കെയിലാണ്. കാരണം നമുക്കിതിൽ കുറേ വരച്ചെടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പെൻസിൽ സ്കെയിൽ മെയിനായിട്ട് വേണം. പിന്നെ നമുക്ക് വേണ്ട ഒരു പ്രിൻ്ററാണ്. കാരണം നമ്മളിതിൻ്റെ വാതിലുകളും ജനാലകളും എല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്യാണ് ചെയ്യണത്, വരയ്ക്കുകയല്ല. അപ്പോൾ അത് കാരണം പ്രിൻ്റ് മെയിനായിട്ട് വേണം നമുക്ക്. പിന്നെ വേണ്ട മെയിനായിട്ടുള്ള ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോം ബോർഡാണ്. കാരണം നമ്മൾ വീടുണ്ടാക്കുന്ന ഫോം ബോർഡ് വെച്ചിട്ടാണ്. ഫോം ബോർഡ് ഇല്ലെങ്കിൽ വീടുണ്ടാക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൻ സാധനം ഫോം ബോർഡ്. പിന്നെ നമുക്ക് പ്രിന്റ് ചെയ്തത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കത്രിക വേണം. കാരണം കത്രിക കൊണ്ട് മാത്രം നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. നമ്മൾ വെട്ടിയതും ഫോം ബോർഡ് വെട്ടിയതും എല്ലാം ഒട്ടിക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് വേണ്ടത് നമുക്ക് പെയിന്റ് ആണ്. നമുക്ക് പെയിന്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ടൂൾസ് പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി അടുത്ത കാര്യപരിപാടിയിലേക്ക് ഇറങ്ങാലോ, വീടുണ്ടാക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി, ഇതിനൊരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളത്. ബേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. നമ്മൾ ചെയ്തതിലായിട്ടും ടഫ് പണി ഇതാണ്. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പണിയുള്ള കാര്യമാണ്. കാരണം എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീടിൻ്റെ കോലം തന്നെ മാറിപ്പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റി എന്തായാലും. പിന്നെ രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോം ബോർഡിൽ ഇതൊക്കെ വരച്ചെടുക്കുക എന്നുള്ളതാണ്. മതിലും അതേപോലെ ഓരോ സൈഡിൽ എന്തൊക്കെ വേണം, ജനല കാര്യങ്ങൾ വാതിലും ഒക്കെ വരച്ചെടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു പൊട്ടത്തര എനിക്ക് പറ്റും ചെയ്തു. കാരണം ഞാൻ ഇത് വരച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളൊന്നും നോക്കാനൊക്കെ മറന്നുപോയി. ശരിക്കിത് 90 ഡിഗ്രി വേണം, അല്ലെങ്കിൽ വീട് ഒരു ഭാഗത്ത് ചെരിഞ്ഞു പോകും. വേണമെങ്കിൽ നമുക്ക് ലാലേട്ടൻ്റെ പോലെ ചെരിഞ്ഞാന്ന് പറയും, പക്ഷെ കാണാൻ ബോറായിരിക്കും. ഇതാണ് നമ്മുടെ പാളിപ്പോയ ട്രാൻസിഷൻ. അതിന് ശേഷം ഞാൻ ഓരോ കട്ട് ചെയ്ത് വെച്ച എൻ്റെ ബാക്കിൽ ഒരു ലെയറായിട്ട് ഞാനൊരു ഫോം ബോർഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് വാതിലും ജനലൊക്കെ നമുക്കൊരു 3D ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ സൈഡിലും ഞാൻ ഇതേപോലെ ഓരോ ലെയറായിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ വാതിലും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ പോണൊരു ഫീല് നമുക്ക് വരുമല്ലോ. അപ്പോൾ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതിങ്ങനെ ഒട്ടിച്ച് എല്ലാ ഭാഗത്തും കൊടുത്തതാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ബേസിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തതെല്ലാം ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇതോട് കൂടിയിട്ട് ഏതാണ്ട് 15 പണി നമ്മുടെ കഴിഞ്ഞുണ്ട്. എന്നാലും ഇത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ 4 സൈഡും നമ്മൾ നോക്കി കണ്ട് വേണം ഒട്ടിക്കാൻ. കാരണം എങ്ങാനും ഒരു ഡിഗ്രിയോ എന്തെങ്കിലും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ഷേപ്പ് നേരത്തെ പറഞ്ഞ പോലെ മാറിപ്പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ നോക്കേണ്ടി വന്നു. അതൊക്കെ നോക്കി കറക്റ്റ് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ പക്ഷേ എല്ലാ സൈഡും കറക്റ്റ് ഒട്ടിയില്ലേ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൈഡും കറക്റ്റ് ഒട്ടി സെറ്റായിരിക്കണ്ടേ. ഇത് പിന്നെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഫ്രണ്ട് ഭാഗമായിരുന്നു. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ട ജനലും അതിലും ഒക്കെ ഒട്ടിക്കാനായിട്ട് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ സൂക്ഷിച്ചും കണ്ടും കട്ട് ചെയ്തെടുക്കണമായിരുന്നു. കാരണം എപ്പോഴും പറയണ പോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറിയൊരു കുറവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഷേപ്പ് അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോണതിന് മുമ്പ് തന്നെ ഇതിൽ ഓരോ സൈഡിക്ക് വേണ്ട ഇത് ഡിസൈൻ ചെയ്തതിന് ശേഷം ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എടുത്തു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ഒട്ടിച്ചെടുക്കുക കുറച്ചും കൂടിയും പണിയുള്ള സാധനം തന്നെയാണ്. കാരണം ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോയാലും മതിയല്ലോ ഒന്ന് തെറ്റാനായിട്ട്. അപ്പം അതും നോക്കിയും കണ്ട് നമ്മൾ ചെയ്തെടുത്തു. ആദ്യം തന്നെ നമ്മൾ ടൈല് വരുന്ന ഭാഗമാണ് ഒട്ടിച്ചെടുത്തത്. കാരണം ഈ ഒരു വീടിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഭാഗം ഇത് മാത്രമായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ഫ്രണ്ടിലുള്ള ജനൽ 2 മേലെയും താഴെയുള്ളത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ സംഭവം ഒറ്റ പ്രിൻ്റാണ്, ഒറ്റ ഡിസൈൻ തന്നെയാണ് ഞാൻ എല്ലാ ജനലിലേക്കും കൊടുത്തേക്കണത്. ചിലത് ഇത്തിരി ഡാർക്കായിട്ടും ചിലത് ഇത്തിരി ലൈറ്റായിട്ടും ഞാൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വാതിലും അതേപോലെ മേലെയും താഴെയുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ ഓരോ സൈഡിൽ ഒക്കെ ഡിസൈൻ സെയിം തന്നെയാണ്, പക്ഷെ മെഷർമെൻറ്റ് മാത്രമാണ് എല്ലാത്തിൻ്റെയും വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീട് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ കാണിച്ചു കൊടുത്ത് പോകാൻ പറഞ്ഞു, ഇത് എന്താണ് അത് ഫുള്ള് ജനലാണല്ലോ എന്ന്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് വർക്കാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ പോരായ്മ എനിക്ക് കിട്ടി, വീട് നിറച്ച് ജനലാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഇതേപോലെ ഫ്രണ്ടും മേൽഭാഗം ഒട്ടിച്ചെടുത്തു. നേരത്തെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈലൊട്ടിക്കാനൊന്നും സ്പേസ് ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീടുകളുടെ മേലെ വാർപ്പ് കാണിക്കണ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. നമ്മളെന്തായാലും പുറത്തുനിന്ന് നോക്കുമ്പോൾ വാർപ്പ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വന്നു. അപ്പോൾ അത് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് എടുത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഒട്ടിക്കലൊക്കെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജനലകളുടെ സൈഡിലും ഒട്ടിക്കാനുണ്ടായിരുന്നു, ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതും ഒട്ടിച്ചെടുത്തു. എല്ലാ ഭാഗത്തും ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തു. ഇപ്പോഴും ഞാൻ നോക്കി, ശരിയാണ്, എല്ലാ ഭാഗത്തും ജനല കൂടുതലാണ്, ബാക്കിലാണ് ഏറ്റവും കൂടുതൽ. എന്നാലും കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, ഇതൊക്കെ ഉണ്ടാവും, അതറിയാം, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ആയിരുന്നു. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയൊരു ടിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് പെയിൻറ്റ്. അപ്പോൾ അത് എടുത്ത് എല്ലാവിടെയും വരച്ചു കൊടുത്തു, വരയ്ക്കല്ല പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. കാരണം നമ്മൾ പെൻസിൽ കൊണ്ടൊക്കെ മാർക്ക് ചെയ്തതൊക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അതൊന്നും പുറത്ത് കാണാൻ പാടില്ലല്ലോ ഫൈനൽ ലുക്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ ചെയ്തത്. ഇതാദ്യം ഫസ്റ്റ് കോട്ട് മാത്രമായിട്ടുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ഒരു 2 കോട്ടും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കൊടുക്കണത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. പക്ഷെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണം, ഒരു വീട് തന്നെയാവണമെന്നില്ല, എന്ത് തന്നെയായാലും കുഴപ്പമില്ല, ഉണ്ടാക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.